ചെല്ലാനം തീരത്തെ രണ്ടാം ഘട്ട ടെട്രാപോഡ് കടൽഭിത്തിയുടെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കമാകും. കിഫ്ബിയിൽ നിന്നും 404 കോടി രൂപ അനുവദിച്ച രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നമുക്ക് അർച്ചനയിലേക്കൊന്ന് പോകാം. അർച്ചന, ഗുഡ് മോർണിംഗ്. ഒന്നാം ഘട്ടത്തിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും കൂടി ഇന്ന് നടക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ ഈ ഒരു വാർത്തയിലേക്ക് എത്തുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് നമ്മുടെ പബ്ലിക് ഓഡിറ്റ് പുതിയ പ്രോഗ്രാമിൽ മന്ത്രി സജി ചെറിയാൻ ചെല്ലാനത്തെ ജനതയുടെ അനുഭവത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. കാരണം ആ ഒരു വാക്ക് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ജനതയെക്കുറിച്ച്, അങ്ങനെ നമുക്ക് ചെല്ലാനത്തെ ജനത എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ ഓരോ ഘട്ടങ്ങളും കേരളത്തിലുള്ള ഓരോരുത്തരുടെയും മനസ്സിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ അവരുടെ ആ ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായിരുന്ന കടലാക്രമണത്തിന് ഇപ്പോഴിതാ ഏറ്റവും ശാസ്ത്രീയമായ തരത്തിലുള്ള ഒരു പരിഹാരമാണ് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി, രണ്ടാം ഘട്ടം ഇപ്പോൾ ഇതാ ഇന്ന് നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം അവരുടെ ഒരു സന്തോഷം, അവരുടെ ആ ഒരു മനസ്സിലെ അവരുടെ സംതൃപ്തി, ഇതെല്ലാം അടുത്തറിയുകയാണ് നമ്മളല്ലേ? സുന്ദരി, തീർച്ചയായും സുന്ദരി പറഞ്ഞതുപോലെ തന്നെ ഏറെക്കാലം ദുരിതം അനുഭവിച്ച ജനതയാണ് ചെല്ലാനം തീരദേശവാസികൾ. അവരുടെ ജീവിതത്തിന് ഒരു കെട്ടുറപ്പാകുമെന്ന് സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെടുന്നത്. ആദ്യഘട്ടം നമുക്കറിയാം നേരത്തെ തന്നെ പൂർത്തിയായി. ഇന്ന് ചെല്ലാനത്തെ ജനത പൂർണ്ണമായും സുരക്ഷിതമാണ്. അതിനുശേഷമുള്ള ഭാഗമാണ് ഇപ്പോൾ രണ്ടാം ഘട്ടമായി ഈ നിർമ്മാണം തുടങ്ങാൻ പോകുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ അധികാരത്തിലേറിയത് മുതൽ പറഞ്ഞതാണ് ചെല്ലാനത്തെ ജനതയുടെ ദുരിതത്തിന് അഴവ് വരും. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ആ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ പൂർണ്ണ വിശ്വാസം ചെല്ലാനം ജനതയ്ക്കുണ്ട്. കാരണം അവരുടെ മുന്നിൽ ഒരു ടെട്രാപോഡ് ചെല്ലാനത്ത് നിർമ്മിച്ചതിൻ്റെ മാതൃക മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണമാലിയിലെ അടക്കം ജനങ്ങൾ സർക്കാർ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. തീരാദുരിതം എന്നും ഈ കടലാക്രമണവും മഴയും എല്ലാം എത്തുമ്പോൾ ഉറങ്ങാതെ കഴിച്ചുകൂട്ടിയ ജനതയാണ് ഈ ചെല്ലാനത്തുകാർ. മാത്രമല്ല ഒരു മഴക്കോൾ കണ്ടാൽ പോലും ഇത്തരത്തിൽ വീട് മാറിപ്പോകേണ്ട സാഹചര്യം, ക്യാമ്പിൽ നിൽക്കേണ്ട സാഹചര്യം, അങ്ങനെ നമ്മൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയും ദുരിതം അനുഭവിച്ച ഒരു ജനതയാണ്. റോഡിൽ മുഴുവൻ വെള്ളം, വീട്ടിലെ സാധനങ്ങളെല്ലാം തന്നെ ഒലിച്ചു പോകുന്ന സാഹചര്യം, അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും ദുരിതം അനുഭവിച്ച ഒരു ജനതയെ കെട്ടുറപ്പുള്ള ഒരു ജനതയാക്കി മാറ്റാൻ, അവരുടെ ജീവിതത്തിന് ഒരു കെട്ടുറപ്പുണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രണ്ടാം ഘട്ടം എന്ന രീതിയിൽ 6.1 കിലോമീറ്റർ, അതായത് പുത്തൻതോട് മുതൽ ഇത്തരത്തിൽ കണ്ണമാലി പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. അതിൽ 6.1 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഇപ്പോൾ ടെട്രാപോഡ് നിർമ്മിക്കാൻ പോകുന്നത്. എന്തായാലും ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടി സുരക്ഷിതമായി ഉറങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ടെട്രാപോഡ് രണ്ടാം ഘട്ട നിർമ്മാണം പുരോഗമിക്കാൻ പോവുകയാണ്. അതിൻ്റെ തറക്കല്ലിടൽ, അതിൻ്റെ തുടക്കം എന്നോണമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും നേരത്തെ ഒന്നാം ഘട്ടം 347 കോടി ചിലവാക്കിയാണ് ഒന്നാം ഘട്ട ടെട്രാപോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. അതിൽ 7.3 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ ടെട്രാപോഡ് നിർമ്മിച്ചത്. അതിൽ നിന്ന് പൂർണ്ണമായും ചെല്ലാനത്തെ ജനത സുരക്ഷിതമാണ്. കാരണം ഇന്നത് കേവലം ഒരു ടെട്രാപോഡ് മാത്രമല്ല, ഇന്നതൊരു ടൂറിസ്റ്റ് സ്ഥലം കൂടിയായി മാറിയിട്ടുണ്ട്. കാരണം അത്രമാത്രം വിനോദസഞ്ചാരികൾ എത്തുന്ന, അല്ലെങ്കിൽ അത്രമാത്രം ഭംഗിയുള്ള ഒരു സ്ഥലമായി അത് മാറിയിട്ടുണ്ട്. കാരണം സൂര്യോദയം കാണാം, അതേസമയം തന്നെ ഇപ്പുറത്തുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാം. അങ്ങനെ ചെല്ലാനത്തിൻ്റെ മുഖമാകെ മാറ്റിയ ഒരു ടെട്രാപോഡ് പദ്ധതിയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ രണ്ടാം ഘട്ടം വരുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങൾ. കാരണം 407 കോടി, 400ലധികം കോടി രൂപ ചിലവാക്കിയാണ് സംസ്ഥാന സർക്കാർ ഇത് നിർമ്മിക്കാൻ പോകുന്നത്. കിഫ്ബിയിലെ ഫണ്ടാണ്. എന്തായാലും 1 കിലോമീറ്ററിന് മാത്രം 60ലധികം കോടി ഈ ടെട്രാപോഡ് നിർമ്മാണത്തിന് ചിലവാകുന്നുണ്ട്. അതിൻ്റെ ഇതിലാണ് ഇപ്പോൾ 6.1 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇത്തരത്തിലൊരു ടെട്രാപോഡിൻ്റെ രണ്ടാം ഘട്ടം നിർമ്മിക്കാൻ ആരംഭിക്കുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ജനതയാണ്. ആ ജനതയുടെ ജീവിതത്തിന് ഒരു കെട്ടുറപ്പാകുന്നു, അവർ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പോകുന്നു എന്നത് വലിയ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. അത് നമ്മൾക്കിന്ന് അത്തരത്തിലൊരു കാഴ്ചയിലേക്ക്, അതിൻ്റെ തുടക്കത്തിലേക്ക് നമ്മൾ പോവുകയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ടോടുകൂടിയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. എന്തായാലും ചെല്ലാനത്തെ ജനതയെ സംബന്ധിച്ച് വലിയ ആശ്വാസത്തിലാണ്. ഒരുപാട് സമരങ്ങളെല്ലാം ആ ജനത നടത്തിയിരുന്നു. ആ സമരങ്ങൾ ഫലം കണ്ടിരിക്കുന്നു. സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും അവരുടെ ജീവിതം ഇനി കൂടുതൽ സുരക്ഷിതമാകാൻ പോവുകയാണ്. സിന്ദൂരി. അതെ അർച്ചന പറഞ്ഞതുപോലെ തന്നെ സുരക്ഷിതമായ ഒരു ജനതയെ അവരുടെ ജീവിതത്തിന് ആവശ്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അതാണ് ഒരു സർക്കാരിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ കടമയെ ഇത്ര കണ്ട് ഭംഗിയായി നടപ്പിലാക്കിയ ഒരു സർക്കാർ വേറെ ഉണ്ടാകില്ല. തുടർഭരണം എന്ന ആ ഒരു അവസരം ജനം നൽകിയപ്പോൾ അത് എത്രത്തോളം മനോഹരമാക്കാമോ അത്രത്തോളം നമ്മുടെ സർക്കാർ മനോഹരമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അർച്ചന, ഇവിടെ ശ്രദ്ധിക്കേണ്ടയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷിതത്വം
സുരക്ഷിതമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആ സുരക്ഷിതത്വത്തിന് ഒരു വിലയും കൊടുക്കാത്ത സർക്കാരുകൾ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. അന്നും ഈ ചെല്ലാനത്തെ ജനതയുണ്ട്, അന്നും അവർ നേരിടുന്ന ഈ ജീവിത പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്നാൽ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ ആദ്യം കൊടുത്ത ഉറപ്പ്, ആ ഉറപ്പ് എന്താണോ ജനങ്ങൾക്ക് നമ്മൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ആ കൊടുത്ത ഉറപ്പ് കൃത്യമായി പാലിക്കുക. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു ചിന്തയില്ല. അത് യാഥാർത്ഥ്യമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്നിപ്പം അർച്ചന പറഞ്ഞതുപോലെ തന്നെ വൈകിട്ട് ഈ ഉദ്ഘാടനം നടക്കുമ്പോൾ അറിയുവാൻ സാധിക്കുന്നതല്ലേ? ഉറപ്പായും സിദ്ധൂരി അങ്ങനെ തന്നെയാണ്. കാരണം ഒരു കാലത്ത് ചെല്ലാനം വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. എന്നും വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാ സമ്പാദ്യങ്ങളും ഈ വെള്ളക്കെട്ടിൽ ഒലിച്ചു പോകുന്ന ഒരു ജനതയായിരുന്നു ചെല്ലാനത്ത്. അത് നമ്മൾ നിരന്തരം വാർത്തകളിൽ കാണുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു കാഴ്ച ചെല്ലാനത്തെ സംബന്ധിച്ചില്ല. അതിലേറ്റവും പ്രധാനമായും LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും ഈ വികസന മുന്നേറ്റങ്ങളെല്ലാം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം മാറി മാറി വന്ന സർക്കാർ UDF ഭരണകാലത്തെല്ലാം തന്നെ ചെല്ലാനത്തെ ജനത വലിയ ദുരിതം അനുഭവിച്ചവരാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയപ്പോഴും ആ ജനത പറഞ്ഞതുകൊണ്ട് അതുതന്നെയാണ്. കാരണം സർക്കാർ ഭരിച്ചപ്പോഴും പലരും ഭരിച്ചപ്പോഴും ഒന്നും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല. എന്നാൽ LDF സർക്കാർ തങ്ങൾക്കൊരു ഉറപ്പ് നൽകി. ആ ഉറപ്പ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ അവർ പൂർണ്ണമായും സുരക്ഷിതരാണ്. ഒരു മഴക്കോള് കണ്ടാൽ ആദി കയറുന്ന ജനതയായിരുന്നു ചെല്ലാനത്തെ ജനത. അവരിന്ന് സുരക്ഷിതമായ ഒരു ക്യാമ്പിലും പോകേണ്ട സാഹചര്യം ഇല്ലാതെ കഴിയുന്നു എന്നാണ് നമ്മൾക്ക് തുറന്നു കാട്ടാൻ കഴിയുന്ന, അല്ലെങ്കിൽ മുന്നിൽ നേർക്കാഴ്ചയായി കാണിക്കാൻ കഴിയുന്ന വികസന നേട്ടങ്ങൾ, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് LDF സർക്കാർ എന്ന് നേരത്തെ തന്നെ തെളിയിച്ചതാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴത്തെ എത്രയോ വികസന പദ്ധതികളാണ് ഈയിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനമായും ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക്, അതായത് ചെല്ലാനത്തെ ദുരിതത്തിന് രണ്ടാം ഘട്ടം, അവിടുത്തെ എല്ലാ ജനങ്ങളുടെയും തീരദേശ ജനതയുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കണം, പൂർണ്ണമായും ചെല്ലാനത്തെ ജനതയ്ക്ക് ഒരു സുരക്ഷിതമായ ജീവിതം ഉണ്ടാകണമെന്ന സർക്കാരിൻ്റെ ഉറപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദീർഘവീക്ഷണം, അത് തന്നെയാണ് ഈ പദ്ധതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ ഒരു രണ്ടാം ഘട്ടത്തിന് തുടക്കമാകുമ്പോൾ കൂടുതൽ കെട്ടുറപ്പ് ചെല്ലാനത്തെ ജനതയ്ക്ക് ഉണ്ടാകുകയാണ്. നമുക്കറിയാം കണ്ണമാലിയിലടക്കം ഇപ്പോൾ വെള്ളം കയറുന്ന, അതായത് ഒരു ചെറിയ മഴ പെയ്താൽ പോലും അല്ലെങ്കിൽ കടലാക്രമണം ഉണ്ടായാൽ പോലും കണ്ണമാലിയിലടക്കം ജനങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അതിനെല്ലാം തന്നെ ഇപ്പോൾ അറുതി വരികയാണ്. അവരുടെ ജീവിതം കൂടി കൂടുതൽ കെട്ടുറപ്പാവുകയാണ്. അവരുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ കണ്ട് അത് നിർവഹിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഇനി അവർക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാം. ഇതിൻ്റെ പണി അധികം വൈകാതെ തന്നെ തുടങ്ങുകയും ചെയ്യും. ഏകദേശം 347 കോടി ചിലവാക്കിയാണ് ആദ്യഘട്ടം കിഫ്ബിയിലൂടെ ഫണ്ട് അനുവദിച്ച് ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. ഇപ്പോൾ രണ്ടാം ഘട്ടം 400 കോടിയാണ് ഇതിന് ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്ററിന് മാത്രമായി 60 കോടി രൂപയോളം വരുന്നുണ്ട്. അങ്ങനെ 6.1 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ ടെട്രാപോഡ് നിർമ്മിക്കാൻ പോകുന്നത്. കൂടുതൽ സുരക്ഷിതമായി, കൂടുതൽ കെട്ടുറപ്പ് ചെല്ലാനത്തെ തീരദേശ ജനതയ്ക്കുണ്ട്. ഇത് ചെല്ലാനത്തിൻ്റെ മാത്രം കഥയല്ല. കേരളത്തിലുടനീളം തീരദേശ ജനത അനുഭവിച്ച വലിയ ദുരിതങ്ങളുണ്ടായിരുന്നു. വാർത്തകളിൽ എന്നും ഇടം പിടിച്ച തീരദേശ ജനതയെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു കാഴ്ച ഇല്ലാതാക്കാൻ അതിനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായും ഉണ്ടാകുന്നു. അതിൻ്റെ ആദ്യഘട്ടം നമ്മൾ ചെല്ലാനത്ത് കണ്ടിരുന്നു. ചെല്ലാനത്തിൻ്റെ മുഖം ആകെ മാറി. അതൊരു വലിയ നമ്മൾ അതായത് ജനങ്ങൾ, മറ്റ് ആളുകൾ പോലും എത്തുന്ന തരത്തിലേക്ക് ചെല്ലാനത്തിൻ്റെ മുഖം മാറിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ അതിൻ്റെ കൂടുതൽ വ്യാപ്തിയിലേക്ക്, അതിൻ്റെ കൂടുതൽ നേട്ടങ്ങളിലേക്ക് എന്തായാലും സംസ്ഥാന സർക്കാർ പോവുകയാണ്. എന്തായാലും ചെല്ലാനത്തെ ജനതയുടെ, അല്ലെങ്കിൽ തീരദേശ ജനതയുടെ ജീവിതം ആകെ മാറുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ ഈ ടെട്രാപോഡ് നിർമ്മാണം പോവുകയാണ്. ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വലിയ ആശ്വാസത്തോടെ തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ കാണുന്നത്. സിന്ധൂരി.